ഹലോ നമസ്കാരം. ഇന്ന് നമുക്ക് സദ്യയിലെ ഒരു പ്രധാന തൊടുകറിയായ പുളിയിഞ്ചി അഥവാ ഇഞ്ചിപ്പുളി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായി ഒരു 180 ഗ്രാം ഇഞ്ചി ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് പൊടിയായി അരിഞ്ഞെടുക്കാം. അങ്ങനെ നമ്മുടെ ഇഞ്ചിയൊക്കെ ഇതുപോലെ പൊടിയായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. 50 ഗ്രാം വാളൻപുളി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് കുറച്ച് വെള്ളമൊഴിച്ച് കുതിരാനായി വയ്ക്കാം. 5 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില, 5 വറ്റൽമുളക് അരിഞ്ഞത് എന്നിവ എടുത്ത് വയ്ക്കാം. ഇനി ഇത് പാകം ചെയ്യുന്നതിനായി ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട്. ചട്ടി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർക്കുക. കടുകെല്ലാം പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് മുളക് ചേർക്കാം. ഇനി കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം. പച്ചമുളകൊക്കെ നന്നായി വാടി വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി കൂടെ ചേർത്ത് നന്നായി മൂപ്പിച്ചെടുക്കാം. ഈ സമയം നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ തുടർച്ചയായി ഇളക്കി ഇഞ്ചി മൂപ്പിച്ചെടുക്കുക. ഇഞ്ചി നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി കൂടെ ചേർത്തതിന് ശേഷം ഈ ചൂടിൽ തന്നെ നന്നായി ഇളക്കി യോജിപ്പിച്ച് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്ത് പിഴിഞ്ഞരിച്ചെടുത്ത പുളി കൂടെ ചേർക്കാം. ഇനി വീണ്ടും ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ കായപ്പൊടിയും 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. കറിയൊക്കെ നന്നായി തിളച്ച് അതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ശർക്കര പാനി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 50 ഗ്രാം ശർക്കര പാനിയാക്കിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് ലോ ഫ്ലെയിമിൽ നന്നായി കുറുകി എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരുന്നത് വരെ പാകം ചെയ്യുക. ഏകദേശം ഒരു 5-6 മിനിറ്റിനുള്ളിൽ തന്നെ നന്നായി എണ്ണയൊക്കെ തെളിഞ്ഞു വരും. അങ്ങനെ നമ്മുടെ പുളിയിഞ്ചി തയ്യാറായിട്ടുണ്ട്. ഇനി ഇതിലിരുന്ന് തന്നെ ഒന്നുകൂടി ഒന്ന് കുറുകി വരും. ഇഞ്ചിപ്പുളി ഒരു ദിവസം ഇരുന്നതിന് ശേഷമോ അല്ലെങ്കിൽ നന്നായി തണുത്തതിന് ശേഷമോ ഉപയോഗിക്കുമ്പോഴാണ് ഇതിൻ്റെ യഥാർത്ഥ രുചി അറിയാൻ സാധിക്കുന്നത്. സദ്യയിലെ ഒരു പ്രധാന വിഭവമായ ഈ ഇഞ്ചിപ്പുളി എല്ലാവരും ഈ രീതിയിൽ തയ്യാറാക്കി നോക്കിയതിന് ശേഷം അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം കേട്ടോ.